ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ വരച്ച ലെവലുകൾ കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ ആ വരച്ച രണ്ട് ലൈനകത്ത് തന്നെ മാർക്കറ്റ് ഒതുങ്ങിക്കൂടി ഇല്ലേ. നമ്മൾ വരച്ചിരുന്നത് 13,240 13,300 മാക്സിമം ടു മാക്സിമം പോയാൽ 13,300 മാർക്കറ്റ് പോകത്തില്ലായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമുക്കിന്ന് ഗ്യാപ്പ് അപ്പ് കിട്ടിയത് ഏകദേശം 13,300 അടുപ്പിച്ചാണ്. 13,290 ആ റേഞ്ചിലാണ് നമുക്ക് ഗ്യാപ്പ് അപ്പ് കിട്ടിയത്. 280 ആ റേഞ്ചിലാണ് നമുക്ക് ഗ്യാപ്പ് അപ്പ് കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുക്കാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് തുടങ്ങിയതിന് ശേഷം മാർക്കറ്റ് പതുക്കെ താഴോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു പി എടുത്തു, നമ്മൾ സുന്ദരമായിട്ട് ഇത്രയും നമ്മൾ ബുക്ക് ചെയ്തു അല്ലേ. ഇവിടുന്ന് വരെ നമ്മൾ ഇവിടുന്ന് ബുക്ക് ചെയ്തു. കാരണം ഇവിടുന്ന് മാർക്കറ്റ് പതുക്കെ താഴോട്ട് വരുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു പി എടുത്ത് നമ്മളിവിടെ ബുക്ക് ചെയ്തു ഇല്ലേ. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ശരിക്കും നോക്കി കണ്ടിട്ട് മാത്രമേ നമ്മളൊരു ട്രേഡിന് ഇറങ്ങിത്തിരിക്കാവൂ. എപ്പോഴും മാർക്കറ്റ് ഇപ്പോൾ ഇവിടം വരെ ഓപ്പൺ ചെയ്തു, ഇവിടം വരെ ഇത്ര നല്ലൊരു മറ്റേ രണ്ടും ഒരു ഏകദേശം ഫ്ലാറ്റ് ഓപ്പണിങ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ് 10-40 ഉള്ളത് നിഫ്റ്റി ഓപ്പണിങ് ഗ്യാപ്പ് അപ്പ്. പക്ഷെ നമുക്ക് ഒരു 60-80 പോയിൻറ്റോളം നമുക്ക് ഗ്യാപ്പ് അപ്പ് കിട്ടി. അതായത് ഇന്നലെ ക്ലോസ് ചെയ്ത് 227 20 ഏകദേശം 60 പോയിൻറ്റോളം നമുക്ക് ഇവിടെ ഗ്യാപ്പ് അപ്പ് കിട്ടി മിഡ് ക്യാപ്പിനകത്ത്. അത് 60 പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നമ്പറാണ്. അപ്പോൾ എന്തായാലും അവിടുന്ന് താഴോട്ട് മാർക്കറ്റ് വരും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാരണം മറ്റേത് രണ്ടും അത്ര പെർഫോമൻസ് കാണിക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റി അത്ര പെർഫോമൻസ് കാണിക്കുന്നില്ല. ഇത് മാത്രം പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാൻ ഉള്ള സാധ്യത കുറവാണ് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞപ്പോൾ നമ്മളോടൊരു ട്രേഡ് ഈ തിരിച്ച് റിവേഴ്സൽ വന്നപ്പോൾ നമ്മളൊരു ട്രേഡ് ഇവിടെ എടുത്തത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എങ്ങും ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നമുക്കൊരു സി എടുക്കാം. പക്ഷേ നമ്മൾ ഇവിടുന്ന് സി ഇവിടുന്ന് ട്രേഡ് എടുത്തില്ല. പക്ഷെങ്കിൽ നമ്മുടെ ആരോ ഫോളോ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്ത് എങ്ങനെയാണ് സംഭവിച്ചത്, ഒരു ഹയർ ഹൈ ഫോർമേഷൻ ആയിരുന്നു അല്ലേ. ഒരു ഹയർ ഹൈ ഫോർമേഷൻ ഉണ്ടായിട്ടാണ് മാർക്കറ്റ് മേലോട്ട് പോയത്. അപ്പം എത്ര പേര് ബുക്ക് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചൊരു സ്ട്രോങ് ക്യാൻഡിൽ വേണം, ഒരു മർബോസു ക്യാൻഡിൽ എന്ന് പറയും. ഒരു മർബോസു ക്യാൻഡിൽ വന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് പെതുക്കെ മുകളിലോട്ട് കയറാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ ട്രേഡ് എടുത്തില്ല. നമ്മളെടുത്ത ട്രേഡ് എവിടെയാണ്? ഇവിടെയാണ് നമ്മൾ ട്രേഡ് എടുത്തത് അല്ലേ. നമുക്കെപ്പോഴും ടോപ്പിൽ നിന്നാണ് നമ്മൾ ട്രേഡ് എടുത്തത്. 13,300 വന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തു. നമുക്കൊരു 20 പോയിൻ്റ് നമുക്കിവിടെ ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു ട്രേഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലുകളൊക്കെ വളരെ കറക്റ്റായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ലെവലിനകത്ത് തന്നെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു അല്ലേ. അപ്പോൾ ഇനി നാളെ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നാളത്തേക്ക് നമുക്ക് ഇത് ഇനിയിപ്പം 6 സെപ്റ്റംബർ. ഓക്കെ, നാളെ നമ്മൾ എന്താണ് ചിന്തിക്കുന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നാളെ ഈ ലെവൽ അങ്ങനെ തന്നെ നിലനിർത്തുക. അതിനുശേഷം നമുക്ക് ഇത് കുറച്ച് താഴോട്ട് താക്കാം. ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കൊരു വരയ്ക്കാനുള്ളത് ഇത് നമുക്കൊരു സപ്പോർട്ടായിട്ട് കണക്കാക്കാം. ഈ സംഭവം ഓക്കെ. അപ്പോൾ നാളെ മാർക്കറ്റ് ഇതിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈവൻ ഇങ്ങനെ അങ്ങ് പോവാം. നമുക്ക് 13 അടുത്ത നമ്മുടെ ടാർഗറ്റ് 13 നമുക്ക് വേണ്ട. കറക്റ്റായിട്ട് നമുക്ക് അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇത്രയും മാർക്കറ്റ് കയറി ഇല്ലേ, ഇത്രയും മാർക്കറ്റ് കയറി. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും അടുത്ത ടാർഗറ്റ്. ഓക്കെ, 13,365. ഓക്കെ, അടുത്ത ടാർഗറ്റ് നമ്മുടെ ഇതായിരിക്കും. ഓക്കെ, നമ്മുടെ അടുത്ത ടാർഗറ്റ് ഇതായിരിക്കും. 13,365 ആയിരിക്കും നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ഇവിടുന്ന് ക്രോസ് ചെയ്ത് മേലോട്ട് പോകും, ഇവിടുന്ന് കട്ട് ചെയ്ത് മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ
ഇല്ല, ഇവിടെ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റീസ് നമ്മുടെ പരിപാടി പഴയ സെയിം പരിപാടി തന്നെ ഇവിടുന്ന് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ, അടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ. ഓക്കെ, പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ ഇൻവാലിഡായി. ആ ലൈൻ വേണ്ട, അതിന് ആ ലൈൻ്റെ ആവശ്യമില്ല. അടുത്തത് വരുവാണെന്നുണ്ടെങ്കിൽ 3. ഞാനെപ്പോഴും താഴോട്ടുള്ള വിശ്വാസക്കാരനാണ്. മാർക്കറ്റ് പൊട്ടുന്നതിനോടുള്ള, കാരണം ഇപ്പോഴത്തെ സിനാരി അതാണ്, ഓൾ ടൈം ഹൈ നിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടാം. അങ്ങനെ സെൽ ഓഫ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് സാധനം താഴോട്ട് പോരും. അതാണത്. അപ്പോൾ ഇതാണ് നാളത്തെ ലെവലുകൾ. ഓക്കെ, 13,169 നമ്മുടെ ഒരു ഫൈനൽ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 13,365. അപ്പം ഇതിനകത്ത് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഓക്കെ, ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മേലോട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് തിരിച്ച് താഴോട്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്ത് നേരെ, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട്. ഇതായിരിക്കും നമ്മുടെ നാളത്തെ സിനാരിയോ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ നാളെ ആശംസിക്കുന്നു. എല്ലാവരും ഇത് ഒന്ന് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ഒന്ന് എത്തിക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. ഞാൻ എപ്പോഴും ഇങ്ങനെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നെങ്കിൽ മാത്രം, നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൂടെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.